മാമിനെതിരെ വന്നിട്ടുള്ള ഓരോ അലിഗേഷൻസും ഫോൾസ് അലിഗേഷൻസ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ മാം ഒരു എഫേർട്ട് എടുത്തിട്ടുണ്ട്. ഓരോന്നും ഈ ഇഞ്ച് ബൈ ഇഞ്ച് ഓരോന്ന് ഇപ്പം വിജിലൻസ് പരമായിട്ടുള്ളൊരു കേസ് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ കവിയൂർ കേസിൽ മാമിന് ബന്ധമുണ്ടെന്ന് പറയുന്ന സമയത്ത്, അല്ലെങ്കിൽ സന്തോഷ് മാധവനുമായിട്ടുള്ള ബന്ധമുണ്ടെന്ന് പറയുന്ന സമയത്ത്, ഒരു കളക്ടറുമായിട്ടുള്ള ബന്ധമുണ്ടെന്ന് പറയുന്ന സമയത്ത് എല്ലാതും ഇഞ്ച് ബൈ ഇഞ്ച് അതിന് പിന്നാലെ നടന്നത് ഇതേ മാധ്യമങ്ങളെ കൊണ്ട് തന്നെ ശ്രീലേഖയുടെ കൈകൾ സംശുദ്ധമാണെന്ന് എഴുതിക്കാൻ വേണ്ടിയിട്ട് അതേ മാധ്യമങ്ങളെ കൊണ്ട് ഓരോ തവണയും മാം തിരുത്തി എഴുതിപ്പിച്ചിട്ടുണ്ട്. അതിന് എഫേർട്ടും അതിന് വേണ്ടിയിട്ടൊരു മെന്റൽ സ്ട്രെയിനും എടുത്തിരുന്നോ? ഒരുപാട് തിരുത്തി എഴുതിയോ ഫുള്ളായിട്ടെന്നുള്ളത് എനിക്കറിയില്ല. കാരണം ഞാൻ അതിനു വേണ്ടി ഒരുപാട് എഫേർട്ട് എടുത്തു. കാരണം എന്നെ മാത്രമല്ല ഇത് ബാധിക്കുന്നത്. എനിക്ക് എൻ്റെ വീട്ടിലെ ആൾക്കാരുണ്ട്, എനിക്ക് ഹസ്ബൻഡുണ്ട്, കുഞ്ഞുണ്ട്, അമ്മയുണ്ട്, എൻ്റെ ബന്ധുക്കൾ അടുത്തവർ. അപ്പോൾ അവരെയൊക്കെ ഇത് അഫക്റ്റ് ചെയ്യും. എന്നെ മാത്രമാണ് ഈ ഒരു വിവാദം എഫക്റ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ സാരമില്ല, ഞാനത് സഹിച്ചു. പക്ഷെ അതല്ല, ഒരു കുറ്റവും ചെയ്യാതെ ഇപ്പം എന്നെ നേരെ ഒരു കൂരമ്പ് പറ്റുമ്പോൾ ഞാനത് മറിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ചെന്ന് കൊള്ളുന്നത്, അല്ലെങ്കിൽ ഞാൻ മാറിക്കഴിഞ്ഞാൽ കൊള്ളുന്നത് മറ്റു പലർക്കുമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അവരെ പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നുള്ള ഒരു ലക്ഷ്യവും കൂടി എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ കോടതിയിൽ പോയി കേസ് കൊടുത്ത് ഹൈക്കോടതി വരെ പോവേണ്ടി വന്നിട്ടുണ്ട്. ഒരുപാട് വക്കീലന്മാരെ ഫീസ് കൊടുത്ത് നിർത്തിയിട്ടുണ്ട്. എൻ്റെ കയ്യിൽ നിന്ന് ഒരുപാട് പൈസ ചിലവായിട്ടുണ്ട്. ഓരോ പ്രാവശ്യവും ഞാനിത് ചെന്ന് ഓരോ സീനിയർ ഓഫീസേഴ്സിനോട് പറയും. സപ്പോർട്ട് ചിലപ്പോൾ കിട്ടാതെ വരും. ആ കിട്ടാതെ വരുന്ന സപ്പോർട്ടിലും ഞാനത് സ്വയമായിട്ട് എവിടെയെങ്കിലും പറയണ്ടേ. അപ്പോൾ ഞാൻ എൻ്റെ വെന്യൂവിൽ കൂടെ, എൻ്റെ ഫേസ്ബുക്കിലൂടെയോ അല്ലെങ്കിൽ എൻ്റെ ബ്ലോഗ് സൈറ്റിലൂടെയോ ഒക്കെ ഞാൻ ഇതിനെക്കുറിച്ച് എഴുതും. അപ്പോൾ അത് കൂടുതൽ വിവാദമാക്കാൻ നോക്കും. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ, ഒരുപാട് ടെൻഷനും സ്ട്രെയിനും ആയിട്ടുണ്ട്. പക്ഷേ എനിക്കൊരു വാശിയായിരുന്നു, എന്തിനാ ഇത് ഞാൻ സഫർ ചെയ്യണം, ഞാനിത് എന്തിന് അപവാദം കേൾക്കണം എന്ന്. പക്ഷേ ഇപ്പോഴും ഇതൊക്കെ ക്ലിയർ ചെയ്തു സംശുദ്ധമാണെന്ന് പറയുന്നില്ലേ, ഇപ്പോഴും അത് എന്നെക്കുറിച്ച് അപവാദം പറഞ്ഞ് കാശുണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പോഴും ഈ നിമിഷവും പല രീതിയിലൂടെ എന്നെക്കുറിച്ച് പറഞ്ഞ. പക്ഷേ കാരണം അതിനെ അവർക്കൊരു സുഖം കിട്ടുന്നുണ്ട്. എന്താ ആർക്കോ സംബഡി ഈസ് ഗെറ്റിംഗ് കിക്ക് ഔട്ട് ഓഫ് ദാറ്റ്, ഒരു ത്രില്ല് കിട്ടും. ഇപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനൽ, എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട്. അതിനകത്ത് തന്നെ വരുന്ന ചില കമൻറ്റുകൾ അനോണിമസ് പേരിലൊക്കെ ആയിരിക്കും, വേറെ വല്ല പേരൊക്കെ ഇട്ടിട്ടായിരിക്കും വരുന്ന കമൻറ്റ്. ആ കമൻറ്റ് വായിക്കുമ്പോൾ തന്നെ എനിക്കറിയാം അത് ആരാ എഴുതിയിരിക്കുന്നത്. എനിക്കത് ക്ലിക്ക് ചെയ്യും. ക്ലിക്ക് എന്ന് പറഞ്ഞാൽ അത് വന്നിരിക്കുന്ന ഡയറക്ഷൻ എവിടെ നിന്നാണ്. ചിലപ്പോൾ വല്ലവരും കൊണ്ട് എഴുതിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പം ഒരു പേരിൽ ഒരു പുതിയ ഒരു അക്കൗണ്ട് തുടങ്ങി ചെയ്യുന്നതുമായിരിക്കാം. അങ്ങനെയൊക്കെയുള്ള കഴിവുകൾ ഒരുപാട് പേർക്കുണ്ടല്ലോ. പക്ഷെ എനിക്കിപ്പോഴും അറിയാം അതിൽ നിന്ന് ഒരുപാട് എന്നെ ചെളിവാരി എറിഞ്ഞാൽ ചിലർക്ക് വലിയ സുഖം കിട്ടുന്നുണ്ട്. അപ്പോൾ അവരതിൽ നിന്ന് ത്രില്ല് കിട്ടുന്നുണ്ട്. ഈ സർവീസ് സ്റ്റോറി എഴുതിയാൽ ഞാൻ എന്നെ തന്നെ പുകഴ്ത്തുന്നത് പോലെ ആവുമോ എന്നെനിക്കൊരു ചെറിയ ഭയമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും അവസാനം പറഞ്ഞൊരു അഭിമുഖത്തിൽ ഞാൻ പറഞ്ഞ വാക്കുകൾ. അപ്പം ആ സർവീസ് സ്റ്റോറിയുടെ മറ്റൊരു വേർഷനാണ് ഈ സസ്നേഹം ശ്രീലേഖയിൽ വരുന്ന ഓരോരോ എഡിഷൻസും. അതെ, അല്ല, ഞാൻ സർവീസ് സ്റ്റോറി എന്ന് പറയുമ്പോൾ ഞാൻ വായിച്ചിട്ടുള്ള സർവീസ് സ്റ്റോറികളിൽ പല നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന പല ഓഫീസേഴ്സും ചെയ്ത കാര്യങ്ങളൊക്കെ ഞാനാണ് ചെയ്തതെന്ന് പറഞ്ഞെഴുതും. അത് എനിക്കും ആ ഒരു ടെൻഡൻസി ഉണ്ട്. ഞാനത് ശ്രമിച്ച് നോക്കിയത് ഇല്ലാതിരിക്കുക. കാരണം നമ്മുടെ കീഴിലുള്ള ഓഫീസേഴ്സ് ഒരുപാട് വർക്ക് ചെയ്യും, കഷ്ടപ്പെട്ടാണ് ഒരു കേസ് തെളിയിക്കുന്നത്. പക്ഷെ നമ്മളതിന് നേതൃത്വം ഇരിക്കുമ്പോൾ അതെല്ലാ ക്രെഡിറ്റും കൂടെ നമ്മുടെ തലേ വരാൻ പറ്റുമോ, നമ്മളാണ് ചെയ്തത് എന്നുള്ളൊരു ഫീൽ. അപ്പോൾ നമ്മൾ സ്വയം പൊങ്ങുന്ന ഒരവസ്ഥയിലോട്ട് ഞാൻ ഈ വായിച്ചിട്ടുള്ള എല്ലാ സർവീസ് സ്റ്റോറിയും, അത് കേരളത്തിലെ മാത്രമല്ല വെളിയിലുള്ള നോർത്ത് ഇന്ത്യൻ ഓഫീസേഴ്സിൻ്റെ എല്ലാ സർവീസ് സ്റ്റോറിയിലും നമ്മൾ ഒരാൾ സ്വയം ഹീറോ ആവുകയാണ്, അല്ലെങ്കിൽ ഹീറോയിൻ ആവുകയാണ് അതിൽ കൂടെ. അപ്പം അങ്ങനെ ഒരു ഹീറോയിൻ പരിവേഷം എനിക്ക് ആവശ്യമുണ്ടോ? അതിനേക്കാളും ഞാൻ അന്വേഷിച്ച കേസുകളും എനിക്കുണ്ടായ അനുഭവങ്ങളും ഞാൻ സത്യസന്ധമായിട്ട് തുറന്ന് ഇതുപോലെ സംസാരിക്കുന്ന പോലെ ഒരു ക്യാമറയിൽ നോക്കി കാണുന്നവരുടെ കണ്ണിൽ നോക്കി സംസാരിക്കുന്നത് പോലെ ആത്മാർത്ഥമായിട്ട് പറയുന്നതല്ലേ ഉചിതം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ സർവീസ് സ്റ്റോറി എഴുതണ്ട, യൂട്യൂബിലൂടെ പറയാമെന്നുള്ള തീരുമാനത്തിലെത്തിയത്. കാരണം എനിക്ക് ആ ഒരു ഹീറോ പരിവേഷം വേണ്ട. ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല സർവീസിൽ. പക്ഷേ എനിക്കൊരു ആഗ്രഹം ഇപ്പോൾ തോന്നുന്നത്, ഞാൻ സിവിൽ സർവീസ് ആവുന്നത് വരെയുള്ള എൻ്റെ എൻ്റെ കുട്ടിക്കാല ചരിത്രം എഴുതണം എന്നെനിക്ക് തോന്നുന്നുണ്ട്. കാരണം അത് ഒരുപാട് പ്രശ്നങ്ങൾ ആ സമയത്തും ഉണ്ടായിരുന്നു. ആ ഒരു എനിക്ക് തോന്നുന്ന തീയിൽ കുരുത്ത് വന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, അതിൽ നിന്ന് വന്നതുകൊണ്ടാണ് ഞാൻ ഈ പ്രതിസന്ധികളിൽ പെട്ടെന്ന് വാടിപ്പോവാത്തത്. ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിലും, ചലഞ്ചസ് ഉണ്ടായെങ്കിലും, കുറേ അധികം മുറിവുകൾ ശരീരത്തിലുണ്ടായെങ്കിലും, മനസ്സിലെ ഒരുപാട് പോറലുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും പിടിച്ച് നിൽക്കാൻ പറ്റിയില്ലേ, ഇട്ടിട്ട് പോകാൻ തോന്നിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിനെപ്പറ്റി ഹൗ ദാറ്റ് മെയ്ഡ് മീ ഇൻ ടു ദിസ് പേഴ്സൺ എന്നുള്ളത് IPS കിട്ടുന്നത് വരെയുള്ള കഥ എഴുതണം എന്നൊരു ആലോചന ഉണ്ട്. ഒരു പ്രീക്വൽ പോലെ. ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്, എനിക്കെപ്പോഴും കിട്ടിയിരുന്നതെല്ലാം കുട്ടിക്കാലത്ത് 2 വട്ടം ഉപയോഗിച്ചിരുന്ന
സാധനങ്ങളായിരുന്നു. കാരണം ഞാൻ മൂന്നാമത്തെ കുട്ടിയായിരുന്നു എന്നുള്ളത്. മൂന്നാമത്തെ പെണ്ണ്. മൂന്നാമത്തെ പെൺകുട്ടിയാണ്. എൻ്റെ അമ്മയെ ഷട്ടറിട്ട് ലോക്ക് ചെയ്തിട്ട് ആണ് ഞങ്ങൾ ഉറങ്ങിയിരുന്നത്. അച്ഛൻ പെട്ടെന്നൊരു ദിവസം വിട്ടുപോവുകയായിരുന്നു എന്നുള്ളതൊക്കെ. ഈ അതൊക്കെ തന്നെയാണോ ഇന്ന് കാണുന്ന ശ്രീലേഖയുടെ ഫയർ? ആണ്, അതൊക്കെയാണ് ആ ഒരു കുട്ടിക്കാലത്തുണ്ടായിട്ടുള്ള ഓരോരോ എന്താണ് ഒരു ചലഞ്ചസ് എന്ന് നമ്മളിങ്ങനെ പറയുമല്ലോ, ഇങ്ങനെ ഓരോ ഘട്ടം ഘട്ടമായി പോകുമ്പോഴേക്കും ഇതിന് മുമ്പിൽ ഇങ്ങനെ ഭയങ്കര ഒരു മതിൽ വന്ന് നിൽക്കും. അപ്പോൾ ഒന്നുകിൽ മതിൽ ചടന്ന ഞാൻ ഈ ഹേർഡിൽസ് ഒക്കെ ചെയ്യുമ്പോൾ ഈ ട്രെയിനിങ്ങിൻ്റെ ഇടയിൽ കൂടെ ചെയ്യുമ്പോഴും അപ്പം ഓരോ പ്രാവശ്യവും നമ്മൾ വീഴുമ്പോഴോ മുറിയുമ്പോഴോ ഞാൻ ഇതൊന്നും ഒന്നും ഇല്ലല്ലോ, നമ്മൾ എന്തുമാത്രം ചെയ്തിട്ടുണ്ട്, പണ്ട് കുട്ടിക്കാലത്ത് എന്തുമാത്രം ഫീൽ ചെയ്തിട്ടുണ്ട് തോന്നുമ്പോൾ ഇതൊന്നും വലുതായിട്ട് തോന്നില്ല നമുക്ക്. ആ ട്രെയിനിങ് വലിയ കഠിനമായിട്ട് തോന്നില്ല. അപ്പം ഇങ്ങനെ വലിയൊരു വല പോലെ വന്ന് വീഴുമ്പോൾ, അല്ലെങ്കിൽ ഒരു കുഴി മുങ്ങി വീണ് നമ്മൾ കുഴിക്കകത്ത് വീണ് പോകുന്ന പോലെ തോന്നുമ്പോൾ അതിൽ നിന്നൊക്കെ ഇങ്ങനെ ഉയർന്ന് പൊങ്ങി വന്നിട്ടുള്ള ഒരു അവസരം ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഒരുപാട് കഷ്ടപ്പാട് കൂടെ വന്നതാണ്. വിശപ്പ് എന്താണെന്ന് അറിഞ്ഞാൽ, രാത്രിയിൽ ഭക്ഷണം കഴിക്കാനില്ലാതെ വിശപ്പ് എന്താണെന്ന് അറിഞ്ഞ ഒരു ബാല്യം ഉണ്ടായിരുന്നു. 16 വയസ്സുള്ളപ്പോഴാണ്, എനിക്ക് 16 വയസ്സുള്ളപ്പോഴാണ് അച്ഛൻ മരിക്കുന്നത്. അപ്പോൾ എൻ്റെ ചേച്ചിമാർ, അമ്മയ്ക്കപ്പം 44 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ, ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല, അനിയൻ 5 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇറ്റ് വാസ് സ്ട്രഗ്ലിങ്. ഒരുപാട് ബന്ധുക്കളൊക്കെ ഉണ്ടെങ്കിൽ പോലും പെട്ടെന്ന് ഇങ്ങനെ അനാഥരാകുന്ന 3 പെൺപിള്ളേരെ തലയിലെടുത്ത് വെക്കാൻ ആരും തയ്യാറാവില്ല, വലിയ ബാധ്യതയല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഘട്ടങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ള ഒരു ബാല്യമായിരുന്നു. വളരെ കുറവ് അഭിമുഖങ്ങളെ കൊടുത്തിട്ടുള്ളൂ. പക്ഷേ കൊടുത്ത അഭിമുഖങ്ങൾ ഒക്കെ തന്നെ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ചർച്ചയായിട്ടുണ്ടായിരുന്നു. സർവീസിൽ നിന്ന് ഇറങ്ങിയ ഉടനെ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്ന, മനോരമയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്ന നേരെ ചൊവ്വേ എന്നുള്ള അഭിമുഖം അത് ആളുകൾ പല രീതിയിൽ വിവർത്തനം ചെയ്യുകയും അതിൽ മാം പറഞ്ഞ ഓരോ സെൻറ്റൻസ് ഖണ്ഡിച്ചും അതിലെ ഓരോ ചെറിയ ആംഗിളുകൾ എടുത്തൊക്കെ പല വിധത്തിൽ അന്ന് ചർച്ച ചെയ്തു. അതിലാളുകൾ വളരെയധികം വിമർശനാത്മകമായി സമീപിച്ച ഒരു വരി എന്ന് പറഞ്ഞത്, മാമിനൊരു വിശ്വാസ്യതയുണ്ട്, മാമിൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ സോൾവ് ആകുമെന്ന് വിചാരിക്കുന്ന ഒരു പറ്റം സ്ത്രീകൾ ഇപ്പോഴുമുണ്ട്, വിരമിച്ചിട്ടും മാമിനെ വിളിക്കുന്ന സ്ത്രീകളുണ്ട്. അപ്പോൾ അതിൽ അന്ന് പറഞ്ഞിരുന്നൊരു വിഷയം, ഒരു SI, ഒരു വനിതാ SI ലൈംഗിക ചൂഷണത്തിന് ഇരയാവുമ്പോൾ അത് മാമിൻ്റെ അടുത്ത് പേഴ്സണലി വന്ന് പറയുമെന്നും മാം അവരെ സംരക്ഷിച്ചു വെച്ചിരുന്നു എന്നുമാണ്. പക്ഷേ അതിനന്ന് നിയമപരമായൊരു നടപടി എടുക്കേണ്ടതായിരുന്നില്ലേ എന്നും മാം അന്ന് എന്തുകൊണ്ടായിരിക്കും മൗനം പാലിച്ചതെന്നും ആളുകൾ വലിയ രീതിയിൽ ചർച്ച ചെയ്തിരുന്നു. എന്താണ് അതിൻ്റെ സത്യാവസ്ഥ? പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യാത്തവർക്ക് അങ്ങനെയൊക്കെ തോന്നാം. ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് വളരെ വലിയൊരു ഹൈറാർക്കിയിലാണ് നിൽക്കുന്നത്. ഡിസിപ്ലിൻ എന്ന് പറയുന്നത്, അച്ചടക്കം എന്ന് പറയുന്നത്, എന്താണ് അടിത്തറ എന്ന് പറയുന്നത് ഡിസിപ്ലിനാണ്. ഒരു ഹൈറാർക്കിക്കൽ ലെവലിൽ നിൽക്കുന്ന ഒരു സ്ട്രക്ചർ ഉള്ളപ്പോൾ, ഞാൻ ASP ആയിട്ടിരിക്കുന്ന സമയത്ത് എൻ്റെ കൂടെയുള്ള ഒരു സബ് ഇൻസ്പെക്ടർ, എൻ്റെ അടുത്ത് വനിത, സുന്ദരിയായിട്ടുള്ളൊരു വനിതാ സബ് ഇൻസ്പെക്ടർ വന്ന് എൻ്റെ അടുത്ത് വരേണ്ട കാര്യമില്ല, പക്ഷെ അന്ന് അവർ വന്ന് വളരെ പരിഭ്രമിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് എന്നെ പോലീസ് ക്ലബ്ബിലേക്ക് എന്നെ DIG വിളിപ്പിച്ചിട്ടുണ്ട്. DIG എന്ന് പറഞ്ഞാൽ റേഞ്ചിൻ്റെ ചാർജുള്ള DIG. അപ്പോൾ റേഞ്ചിൻ്റെ ചാർജുള്ള DIG വിളിപ്പിക്കുന്ന ഓഫീസർ പോവണ്ടേ? അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്താ പോവാതെ എൻ്റെ അടുത്ത് വന്നിരിക്കുന്ന, അച്ചടക്ക ലംഘനമല്ലേ, പോവണ്ടേന്ന് ചോദിച്ചപ്പോൾ നല്ല ഉദ്ദേശത്തിനല്ല മാഡം വിളിക്കുന്നത്, മാഡം ഒന്ന് എന്നെ സപ്പോർട്ട് ചെയ്യണം, ഞാൻ മാഡത്തിനെ വിളിച്ചത് കൊണ്ട് ഇവിടെ വന്നിരുന്നതാണെന്ന് പറയണം, പ്ലീസ് 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 എന്ന് പറഞ്ഞ് കരയുകയാണ്. അപ്പം ഒരു പ്രാവശ്യം വിളിച്ച് പോയിട്ടുള്ളപ്പോൾ ഒരു മോശം അനുഭവം ഉണ്ടായത് കൊണ്ടാണല്ലോ ഇവിടെ വന്നിരുന്ന് കരയുന്നത്. കല്യാണം കഴിച്ച സ്ത്രീ, 2-3 കുഞ്ഞുങ്ങളുള്ള സ്ത്രീ. അപ്പോൾ ഈ സ്ത്രീയെ പിടിച്ചിങ്ങനെ ഒരു DIG അവിടെ വിളിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരു സ്പെഷ്യൽ ബ്രാഞ്ച് DYSP മുഖാന്തരം. സ്പെഷ്യൽ ബ്രാഞ്ച് DYSP പറഞ്ഞാൽ ആ സമയത്ത് എൻ്റെ തത്തുല്യ പദവിയാണ്. SP-ക്ക് ഇതിനെപ്പറ്റി ഒരു കാര്യവുമില്ല പറഞ്ഞിട്ട്. അപ്പം ഞാൻ ഇതിൽ ഈ ഒരു കാര്യത്തിൽ ഞാൻ DIG വിളിച്ച് പറയുകയാണ്, സാർ വിളിപ്പിച്ച ഇന്ന ഓഫീസർ എൻ്റെ മുമ്പിൽ ഇരിക്കുകയാണ്, അപ്പോൾ എനിക്ക് രക്ഷിക്കേണ്ട എനിക്ക് തോന്നി. അപ്പം കഷ്ടമല്ലേ, അപ്പോൾ സാർ എൻ്റെ മുമ്പിലിരിക്കണം, അവർക്ക് വരാൻ പറ്റില്ല കേട്ടോ സാർ, ഞാനത് പറയാൻ വേണ്ടി വിളിച്ചാണത്, ഞാനത് വെച്ചു. ഈ ഒരു കാര്യത്തിന് ആ പ്രശ്നം തീർന്നേ. അദ്ദേഹത്തിനും മനസ്സിലായ കാര്യം എന്താണെന്ന് എനിക്കറിയാം. അങ്ങനെ സോൾവ് ചെയ്യുന്നതാണ് ബെറ്റർ. ഇതുപോലെയുള്ള ലൈംഗിക ചൂഷണം അനുഭവിക്കുന്ന ഒരുപാട് വനിതാ ഓഫീസേഴ്സ് ഉണ്ടെന്നുള്ളത് എനിക്കറിയാം. എൻ്റെ മുന്നിൽ വന്ന ഒരു കാര്യം, ഞാൻ ആ DIG-ക്കെതിരെ എങ്ങനെ പരാതി കൊടുക്കും, എന്ത് പ്രൂഫിൻ്റെ ബേസിസിൽ? ഇവരുടെ പ്രൂഫിൻ്റെ, അവർക്ക് ജോലി പോകില്ലേ, കുടുംബം നഷ്ടപ്പെടില്ലേ, അവരുടെ ഭർത്താവ് അറിയില്ലേ? എങ്ങനെയാണ് ഞാനത് പബ്ലിക്കാക്കി അവരെ സപ്പോർട്ട് ചെയ്ത് DIG-ക്കെതിരെ ആക്ഷൻ എടുക്കുന്നത് ആസ് എൻ ASP? എനിക്കതെങ്ങനെ ചെയ്യാൻ പറ്റും? എന്നെക്കാളും 2 റാങ്ക് സീനിയറാണ് ഞാൻ. ASP ആയിരിക്കുമ്പോൾ SP, DIG എന്ന് പറഞ്ഞാൽ 2 റാങ്ക് സീനിയർ ആയിട്ടുള്ള ആളാണ്. ആൾക്കെതിരെ ഞാൻ DGPക്ക് പരാതി കൊടുക്കണം? ഞാനിത് പറയാമെന്നല്ലാതെ, DGPയുടെ അടുത്ത് പരിചയമുള്ളൊരു DGP ആണെങ്കിൽ, എനിക്ക് സൗഹാർദ്ദപരമായിട്ട് സംസാരിക്കാവുന്നതാണെങ്കിൽ, സാർ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി കേട്ടോ സാറിന് പറയാമെന്നല്ലാതെ നടപടി എടുക്കണം എന്ന് പറഞ്ഞ് എനിക്ക് റിപ്പോർട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ? ഞാൻ പോലും കുറ്റക്കാരിയാവില്ലേ ആ സമയത്ത്? പറ്റില്ല, അത് ഇമ്പോസിബിൾ ആണത് ആ ഒരു സമയത്ത്. ഇറ്റ്സ് എ ബെസ്റ്റ് വേ. പല കാര്യങ്ങളും ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഒരു കലുങ്കിലിരുന്ന് 2 പയ്യന്മാർ ഒരു പെൺകുട്ടിയെ കമൻ്റ് അടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കെതിരെ എനിക്ക് കേസും എടുക്കാം. കമൻ്റ് അല്ലേ, അത് അവരെ വിളിച്ച് 2 അടിയും കൊടുത്ത് കേസും എടുത്ത് അല്ലെങ്കിൽ ജയിലിലാക്കി അവരുടെ ഭാവിയും തൊലയിക്കാം.
അല്ലെങ്കിൽ അവരുടെ അടുത്ത് കുട്ടിയുടെ അടുത്ത് പറഞ്ഞ് സമാധാനിപ്പിച്ച് പോട്ടെ മോളെ ഇനി കുറച്ച് ധൈര്യമായിട്ട് അവർ പറയുന്നത് തവള കരയുന്ന പോലെ കൺസിഡർ ചെയ്താൽ മതി എന്ന് പറഞ്ഞ് ധൈര്യം കൊടുത്ത് വിട്ട് അവന്മാരെ വിളിച്ച് മേലിൽ കലങ്കിലിരുന്നുകൊണ്ട് അശ്ലീല ഗാനങ്ങൾ പാടരുതെന്ന് പറഞ്ഞാൽ വഴക്ക് പറഞ്ഞ് വിടുകയും ചെയ്യാം. വിച്ച് ഇസ് എ ബെറ്റർ ഓപ്ഷൻ? ഏതാണ് നല്ലത്? രണ്ട് കുട്ടികളുടെ ഭാവി കളയുന്നതാണോ, കളഞ്ഞിട്ടും അവർക്കെതിരെ കേസെടുത്തുകൊണ്ട് ഈ കുഞ്ഞിന് വേണ്ടിയിട്ട് ആ കുട്ടിയുടെ ഭാവി എത്രയോ വർഷം കഴിഞ്ഞത് കോടതിയിൽ കേസ് വരുമ്പോൾ അതിന് കല്യാണത്തെ കഴിച്ചൊക്കെ ഇരിക്കുന്നവർ അത് കോടതി വരാൻ പോലും താല്പര്യം കാണില്ല. അപ്പോൾ അതുപോലെയുള്ള ഒരു ജസ്റ്റിസ് സിസ്റ്റമാണോ വേണ്ടത്? അതോ നമുക്ക് നീതി ന്യായം എന്ന് പറയുന്ന നിയമപുസ്തകങ്ങളിൽ ഇല്ലാത്തത് കൊണ്ടുവരികയാണോ വേണ്ടത്? പോലീസ് ഓഫീസേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതും കൂടെ ചെയ്യണ്ടേ?